നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ടൗണിലൊക്കെ ഒന്ന് പോയി. പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ, എൻ്റെ ബ്രദറ് രഘുനന്ദനൻ്റെ മകൻ ശ്രീജിത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു. അതായത് സ്വാതി പ്രസവിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിലാണ്. കുഞ്ഞ് വാവേൻ്റെ ആൺകുട്ടി. അതിനെ കുഞ്ഞിനെ കാണാനായിട്ട്, കുഞ്ഞിനെയും സ്വാതിയും കാണാനായിട്ട് ഞാൻ രാജേട്ടനും കൂടിയിട്ട് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ സുഖമായിരിക്കണു അവർ കേട്ടോ. അവർ ഇന്ന് ഡിസ്ചാർജ് ആവും, വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരെ കാണണ്ടേ ഒന്ന്. അപ്പോൾ അതിനായിട്ട് പോയതാട്ടോ. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞ പിന്നെ അവിടെ ചെന്നതിന് ശേഷം അവരെ കണ്ട് തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ എന്തായാലും പൂരം എക്സിബിഷൻ അവിടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പൂരം എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സിബിഷനും കൂടി ഒന്ന് കാണാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എക്സിബിഷനും പോയി. പണ്ട് പോയിട്ടുള്ളതാണ്, കോവിഡിൻ്റെ മുൻപാണ് എക്സിബിഷന് പോയിട്ടുള്ളത്. എക്സിബിഷൻ എല്ലാ കൊല്ലം പോകട്ടെ, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഉത്സവം പോലെയാണ് എക്സിബിഷൻ കാണാമെന്ന് വെച്ചാൽ. നല്ല നയനാനന്ദകരമായ കുറേ കാഴ്ചകൾ അങ്ങനെ കണ്ട് ഇങ്ങനെ പോവാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ വാങ്ങാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നേരം സന്ധ്യ ആവാറായി കേട്ടോ. അപ്പോൾ കണ്ടതൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നോക്കാം നമുക്ക് കേട്ടോ. ഇതാണ് കേട്ടോ കുഞ്ഞു വാവ. ഞങ്ങൾ കാണാൻ പോയില്ലേ, ശ്രീജിത്താണ് നിൽക്കണത്, അവൻ്റെ കുട്ടിയാണ് കേട്ടോ. മറ്റത് ശ്രീദേവി അവൻ്റെ ചേച്ചിയാണത്. അപ്പം ഞങ്ങൾ എടുത്തു. പിന്നെ എക്സിബിഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, പൊട്ട്, സ്ലൈഡ്, മിഠായി ഒക്കെ വാങ്ങി. മിഠായി കണ്ടപ്പോഴേ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ പിടിക്കണം എന്ന് തോന്നിയത് കേട്ടോ. എന്തൊരു രസമല്ലേ കാണാൻ. പല ഡിസൈനുകൾ, പല കളറുകൾ, എത്ര തരം മിഠായികളാണെന്നറിയോ. നമ്മളുടെ ആ ബാല്യകാലത്തിന് ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ കുട്ടിയെ പുറത്തേക്ക് എടുക്കും ശരിക്കും ഈ മിഠായി കണ്ടാൽ. കണ്ടാ ബെബ്രമുണ്ട്, പുളിമിഠായി, നാരങ്ങസത്ത്, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കോയിൻ മിഠായി, ഗ്യാസ് മിഠായി, എന്തോ എത്ര തരം മിഠായികളല്ലേ. അതാണ് ആകർഷകമായ വിലയും. ഏതെടുത്താലും 30 രൂപ. ഞാനെടുത്തത് എന്താണെന്നറിയോ, ആന, മയിൽ, ഒട്ടകം. ആന, മയിൽ, ഒട്ടകം തുടങ്ങിയിട്ടുള്ള കുറേ ജീവജാലങ്ങളുണ്ടല്ലോ. മീൻസ് കുറേ മൃഗങ്ങൾ, പക്ഷികൾ, അവർ കടിച്ച് പിടിച്ച് നിൽക്കുന്ന ഓരോ മിഠായികൾ. പ്ലാസ്റ്റിക്കാണ് കേട്ടോ ആനയും മയിലൊക്കെ. അതാണ് ഞാനെടുത്തത് കേട്ടോ. ശ്രീനന്ദയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. കണ്ടില്ലേ ആനമയിലൊട്ടകം. അങ്ങനെ ഈ സൈഡും അപ്പുറത്തെ സൈഡും നിറയെ മിഠായികളാട്ടോ. എത്രയെന്നറിയോ, 100,000 മിഠായി ഉണ്ടാവും ചിലപ്പം പറഞ്ഞു അതിൽ. അത് കഴിഞ്ഞ് കടല, പലതരത്തിലുള്ള ഗ്രീൻ പീസ്, കടല തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് കുറേ നട്ട്സുകൾ ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ 30 രൂപ തന്നെയാണ്. ഇനി വകുപ്പ് മാറി കേട്ടോ. ഫാനുകളാണ്. ഇവിടെ എന്താണ്, പേനകൾ. പേന പറയേ വേണ്ട. പിന്നെ പലതരത്തിൽ നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കുറേ സാധനങ്ങളാണ്. എലിയെ പിടിക്കുന്ന പശ, പിന്നെ പേനകൾ. എന്തിനാ പറയണേ, എനിക്കിതിൻ്റെ പേരൊന്നും നിങ്ങൾ നോക്കിക്കോളൂ. കണ്ടാ, ഞാൻ അതിലൊരു പേന എടുത്തു കേട്ടോ. നല്ല രസകരമായൊരു പേന. അതും എനിക്കല്ല കേട്ടോ, കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. പ്ലാസ്റ്റിക് എലിയെ പിടിക്കുന്ന പശ. ഉപ്പുറ്റി ക്ലീൻ ചെയ്യുന്ന ഒരു കല്ലുണ്ട്. സൂചി, 2 സെറ്റ് സൂചി എടുത്താൽ 10 രൂപ. 2 സെറ്റ്, ഒരു സെറ്റല്ലേ? ഞാൻ കുറച്ച് സൂചിയൊക്കെ എടുത്തു കേട്ടോ. നിത്യജീവിതത്തിൽ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് സൂചി. ഇങ്ങനെ പോകുമ്പോൾ എടുക്കാൻ മാത്രം. 10 രൂപ.
കൊടുക്കോ 10 രൂപ? ചെടി നനയ്ക്കണ പൈപ്പ് 180. പലതരം പേനകൾ, കീ ചെയിനുകൾ, മടക്ക് കത്തി, വടക്ക് നോക്കി യന്ത്രം, ഉപ്പുറ്റി ക്ലീനർ. കണ്ടില്ലേ? നല്ല കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കുട്ടിയുടെ ഇഷ്ടമല്ല. കോട്ട് ഹോൾഡർ, ടർക്കികൾ, ടവലുകൾ, ഓവൻ ഗ്ലൗസ്, ഫിക്സഡ് റേറ്റിനുള്ള തുണികളാണ് കുറേ. ഫിക്സഡ് റേറ്റ് 200. കേട്ടോ, ഇത് സിൽക്കല്ലേ? എന്ത് സിൽക്ക് എന്നാ പറയാ? ആകാശമണി, പനങ്കൽക്കൻ, മഞ്ഞൾ, രക്തചന്ദ്രൻ. ഇവിടെ വാച്ചുണ്ടോ? ഇത് ഭംഗിയുള്ള വാച്ചുണ്ടോ അവിടെ? എന്താ വില അതിനൊക്കെ? തന്നെ 150. ബാറ്ററി എത്ര ആൾ നിൽക്കും? ഒരു ബാറ്ററി അതായത് 6 മാസം വരെ. 6 മാസം വരെ ബാറ്ററി മാറ്റിയിട്ടാൽ വീണ്ടും 150 രൂപ. ഓ, സൺഗ്ലാസ് ഒക്കെ എത്രയാ? അതെ. എന്നാലും ആ ഇതിനൊക്കെ എത്ര ഉണ്ട്? ഈ കറുപ്പിനൊക്കെ? ആ കറുപ്പ് 170. ആ ചോപ്പൊക്കെയോ? ആ, അത്രേ ഉള്ളോ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, അടിപൊളി. നിങ്ങൾ എവിടെയാ ശരിക്കും കട? നിങ്ങളുടെ ചപ്പാത്തി ദോശ ഓംലെറ്റ് വീട്ടിലുണ്ട് മേഡം. ചപ്പാത്തി മേക്കർ പഴയത് ഇല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് മൾട്ടി മേക്കർ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ഫിഷോ എല്ലാ ഐറ്റംസ് ഓയിൽ ഇല്ലാണ്ട് ഫ്രൈസ് നോക്കണം മേഡം. 3,990 1000 രൂപ എക്സ്ചേഞ്ചിൻ്റെ 2,990. നല്ല ഭംഗിയുള്ള പൊട്ടുകൾ കേട്ടോ, പൊട്ടിക്കണ പൊട്ട്. ഈ ഭാഗത്തുള്ള പൊട്ടിന് 3 സെറ്റിന് 40 രൂപ. ആ ഭാഗത്തുള്ള സെറ്റിന് 20 രൂപ 3 സെറ്റിന്. ഞാൻ ഇപ്പുറത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഈ പൊട്ട് കുത്താറില്ല കേട്ടോ. എങ്കിലും കാണാനിഷ്ടമാണ്, വാങ്ങാനിഷ്ടമാണ്.
വെറുതെ കുടിക്കുന്നത് നല്ലതാട്ടോ. വെറുതെ ഡെയിലി കരിമ്പനയിൽ എടുക്കുന്ന ശർക്കരയാണ്. നമ്മൾ പഞ്ചസാരക്ക് പകരം ചായയിലും കാപ്പിയിലൊക്കെ ഇട്ട് കുടിക്കും. എടുത്തോ പാലക്കാടും പനങ്കരി പറ്റിയാണ്. വീഡിയോ എടുത്തു കിട്ടിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് നന്ദിനി രാജശേഖരൻ. ഇങ്ങനെ മറച്ചു പിടിക്കണ്ട. ഇത് വെച്ച് കഴിഞ്ഞാൽ കുക്കറായിക്കോട്ടെ പതിവ് സമയം വളരെ വിലക്കും നേരെ പകുതി പിടിച്ചുള്ളൂ. കൈ കൊള്ളത്തില്ല. ഗവൺമെന്റിനാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയില്ലേ ഏത് പാത്രം 45 കിലോയുടെ ഉരുളി വരെ വെക്കാം. പിടിച്ചു നോക്കി കൈ കൊള്ളത്തില്ല. വില പുറത്തെ വില നോക്കണ്ട. ഇവിടുത്തെ വില നേരെ പകുതി പൈസ ഇവിടെ 595 രൂപയുടെ സാധനം പകുതി പൈസ 300 വേണ്ടതിനാണ് പിന്നെയും കൊടുക്കുന്നത് 250 രൂപ. കൂടുതൽ 1000 രൂപ 2 കിലോ മത്തിയുടെ സാർ വീഡിയോ എടുക്കുന്നത് സത്യമാണ്. ഞാൻ സാറിന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഇതൊക്കെ നമുക്കാണ് നേരത്തെ അല്ലല്ല ഗവൺമെന്റിൽ കാണാൻ കൈ കൊള്ളില്ല. ഇതതിൻ്റെ കൈകൊള്ളില്ല. ഇല്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഷവന് വേണ്ടോ കാരണം ഇതിലേക്ക് ഇറങ്ങിയ ഗ്യാപ്പില്ല എല്ലാത്തിനകത്ത് കറക്റ്റ് ആകുമ്പോൾ ഇത്രയും എല്ലാത്തിനും ഭാഗമാവും. നമ്മൾ ഏത് സൗകര്യത്തിനകത്തെല്ലാം ഭാഗമാവും. അതിനിടയ്ക്ക് റൈസ് കുക്കർ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയുള്ള ഏത് പാത്രം ചെറിയ തൊട്ട് വലിയ തൊട്ട് ഉള്ളി വരെ 2 വരെ ഒരു കുഴപ്പമില്ല. 200 വരെയാണ് എന്നുള്ള വിഷയം. നേരെ പകുതിക്ക് പോയി എടുത്തോ. മേഡത്തിനോട് ഒരു 5 പീസ് എടുത്തു നോക്കട്ടെ. പൊടി മാറാനല്ലോ എന്നിട്ട് വീട് കുറേ കൊണ്ടുപോകണം. പടം വരയ്ക്കാം. ഒന്നും വേണ്ട കേട്ടോ. ഏത് വെള്ളം മേടിച്ച
बॉडी में चुभेगा नहीं मैडम, ये वॉशेबल मटेरियल है, गर्मी नहीं लगेगा इससे। ये तो वॉशेबल വീട്ടിൽ ആകാശം നിലക്കുന്ന സ്റ്റിക്കർ മുകളിലോട്ടിക്കുന്നത് അല്ലേ? എന്ത് ചേട്ടത്? ആ ഹാ ഹാ കീ സ്റ്റാൻഡ്. It helps the speaker lead his audience into the scene he described by creating an imaginary picture. Usually it's something that moves. So then, why? ഇപ്പോൾ പേരൊട്ടിക്കണത് അല്ലേ? വസ്ത്രങ്ങളിലെ കറകൾ കളയും. ഇഷ്ടപ്പെട്ട ഫ്രെയിമുകളിൽ ചെയ്തു പോകാവുന്നതാണ്. ലൈവ് ഫോട്ടോ ഫ്രെയിമിംഗ്. നിങ്ങളുടെ മൊബൈലിലുള്ള ഫോട്ടോസുകൾ നിമിഷങ്ങൾക്കകം ഫ്രെയിം ചെയ്ത് നൽകുന്നതാണ്. ഫാമിലി ഫോട്ടോസ്
ഫോട്ടോസുകൾ, കല്യാണ ഫോട്ടോസുകൾ, യാത്രാ നിമിഷങ്ങളിലെ ഫോട്ടോസുകൾ വീട്ടിലൊട്ടകം ഫ്രെയിം ചെയ്ത് നൽകുന്നതാണ്. ഇഷ്ടപ്പെട്ട ഫോട്ടോസുകൾ ഇഷ്ടപ്പെട്ട ഫ്രെയിമുകളിൽ ചെയ്ത് പോകാവുന്നതാണ്. വീട്ടിലൊട്ടകം ഫ്രെയിം ചെയ്ത് നൽകുന്നതാണ്. ഇഷ്ടപ്പെട്ട ഫോട്ടോസുകൾ ഇഷ്ടപ്പെട്ട ഫ്രെയിമുകളിൽ ചെയ്ത് എന്താണത്? ഹോട്ട് വാട്ടർ ബാഗ്. ഉണ്ടോ? 1.5 മണിക്കൂർ ചൂട്. ഉണ്ടോ? യൂസ് ചെയ്യാൻ फिर एक दिन 6 बताता है, 4 बताता है, फिर एक दिन 6 डालता है। अब बोलते हैं कभी कभी 2 ही आती है अविनाश। चांद रे चांद रे ചേട്ടാ പിടിക്കോ? കൈ കാണിച്ചല്ല, എൻ്റെ കൈ കാണിച്ചു. ജസ്റ്റിന് മീന് കുറേ ഫോട്ടോസ് അല്ലേ? പഴയ മനുഷ്യനെ ചേട്ടന് വേണോ? എനിക്ക് വേണ്ട, വേണ്ട. കൊട്ടമാണോ അവിടെ? അവിടെ കൊട്ടമാണോ? പൂക്കള് അല്ലേ? വീട്ടിലെല്ലാം കഴിക്കാനുള്ള സാധനങ്ങൾ അതൊക്കെ. കൈ കളിച്ചല്ല. ഇത് വാട്ടർ പ്യൂരിഫയർ. ഇത് നമ്മളവിടെയൊക്കെ വച്ചടക്കാനാവില്ല. പാൻ്റെ ശുദ്ധജലം. ഓർഗാനിക് സോപ്പാണ് ഖാദിബോർഡ്. ചാർക്കോൾ സോപ്പ് നോക്കാം. 8 സോപ്പാണ് 20 രൂപ. ഖാദിബോർഡില്ല. ശരിക്കും സബ്സിഡിയോടുകൂടി സ്ഥാപിക്കുന്നതിന് ഇവിടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സബ്സിഡിയോടുകൂടി സോളാർ പ്ലാന്റുകൾ വീടുകളിൽ സ്ഥാപിക്കുന്നതിന് ഇവിടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സബ്സിഡിയോടുകൂടി സോളാർ പ്ലാന്റുകൾ വീടുകളിൽ സ്ഥാപിക്കുന്നതിന് ഇവിടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സബ്സിഡിയോടുകൂടി സോളാർ പ്ലാന്റുകൾ വീടുകളിൽ സ്ഥാപിക്കുന്നതിന് ഇവിടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സബ്സിഡിയോടുകൂടി സോളാർ പ്ലാന്റുകൾ വീടുകളിൽ സ്ഥാപിക്കുന്നതിന് ഇവിടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
നല്ല കട അല്ലേ? ഗ്രാമീണ സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റത്തിന് എന്താണ്? പപ്പടം, അരിപ്പപ്പടം, അരിപ്പപ്പടം. എന്താ വില അതിന്? 100 rupees. 100 രൂപ. എത്ര എണ്ണത്തിന്? ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ് 100 രൂപ അല്ലേ? 3 പാക്കറ്റ് 250. ചന്ദനങ്ങളപ്പോൾ പപ്പി പോലെ നോക്കാൻ വേണ്ട കോടിക്കളറുണ്ട്, ടീനാപ്പാല്, സ്റ്റാർച്ച് പോലത്തെ അതിലുണ്ട് കറകൾ വരുമ്പോൾ കൊണ്ട് വേണം. സോപ്പുകളൊക്കെ നോക്കട്ടെ. സോപ്പൊക്കെ താരം പേരും സോപ്പ് സോപ്പുണ്ട്. നീലാംബരിന്റെ മൈലാഞ്ചിന്റെ ഏതാ? അതെ, ഗ്യാസ് സ്റ്റൗ വയ്ക്കാനുള്ള 250. എന്താ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അതെയാ? എത്രയായിരുന്നു വില? 200? അതിനല്ലേ സാധനം? ഇതിനാ? ഏത്? എന്തുട്ടാ? നിങ്ങൾ 200 രൂപയ്ക്ക് കൊടുത്തല്ലേ? അതായത് പിടിച്ചേക്കണതാ, പൊട്ടി പിടിച്ചിട്ടുണ്ടാ. ഇപ്പം 50 രൂപ ഞങ്ങൾക്ക് നഷ്ടമായി, അല്ലെങ്കിൽ അവർക്ക് ലാഭമായി. അതെ, നല്ല സാധനം അല്ലേ? അതെ അതെ. നിങ്ങളുടെ കമ്പനി തന്നെയായിരുന്നോ? അത് ശരി. ഇനി മെറ്റൽ പറയാ? മെറ്റലിനൊരു പേരുണ്ട്. ഇത് അലുമിനിയം അല്ല, ചൂടാവില്ലാന്ന്. അതിൽ പറഞ്ഞ തൊട്ടാ ചൂട് പിടിക്കാവില്ല. നോക്കാം, വീട്ടിൽ പോയിട്ട് നോക്കാം. എന്തായാലും ഗ്യാസ് ലാഭിക്കാലോ. കാറ്റിന്റെ പ്രശ്നം. പിന്നെ എല്ലാ പാത്രം ഗ്യാസുമ്മ വെക്കാൻ പറ്റില്ല, ഏത് വേണം വെക്കാലോ. അത് കുഴിയപ്പ ചട്ടിയൊക്കെ വെക്കുമ്പോ ചെരിയും, നമ്മ നല്ലതാ. അത് ഞാൻ മേടിച്ച. നിങ്ങളെവിടെ ഉള്ളതാ? തൃശ്ശൂർക്കാരന്നെയാ അല്ലേ? അതെനിക്കറിയില്ല. എവിടെ നിങ്ങളുടെ കട? നായ്ക്കനാല്. ഞാൻ ചൂട് പിടിക്കാനുള്ള സാധനം അല്ലേ? ഞാൻ കണ്ടു അവിടെ. ഇതല്ലേ ഇതല്ലേ ബാമ്പുവിൻ്റെ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ കേടാവും. എന്നെ മേടിച്ചിട്ട് സക്സസ് ആയില്ല. ഞാൻ മരത്തിൻ്റെ മേടിച്ച് വീണ്ടും ചെറുതായിട്ട് പൊളിഞ്ഞ് പോകും.
ഒരു 200 രൂപയുടെ കൊടുത്തേന്ന്, ഒരു 200 രൂപയ്ക്ക് കൊടുത്തത്. പക്ഷെ അവർ അലൂമിനിയാ, അവരുടെ അലൂമിനിയാന്നാ പറഞ്ഞത്. എന്താ സാധനം? ഓ അടിയിലേക്കുണ്ടല്ലോ, അത് ഗംഭീരം, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എത്രയാ? 200 രൂപ. ഓ സൂപ്പർ, നന്നായിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെയാണോ? ഇത് അല്ലല്ലോ, വരച്ചതാ. ഓ അടിപൊളിയുണ്ട്. ഈ പൂച്ചകൾ അങ്ങനെയാ പൊന്തി നിൽക്കൂലേ? ആഹാ, 200 രൂപ അല്ലേ? ഓ രസമായിട്ടാണ്. ഇത് കട എവിടെയാ? കൊക്കാലിന്നല്ലേ? കടയിലും വില കുറച്ചുകൂടി കുറയൂല്ലേ? ഫാബ്രിക്കേഷൻ. ഇതിപ്പോ എവിടുന്ന വരണത്? ചെന്നൈ. നന്നായിട്ടുണ്ട് കേട്ടോ. ഗംഭീരമുണ്ടല്ലോ. അതിപ്പോ ആദ്യ കൂടിക്കാഴ്ചയായാലും കല്യാണം പണ്ട് അങ്ങനെ നിർമ്മിച്ചു. അപ്പോ അവതരിപ്പിക്കുന്നു പട്ടികയിൽ 7 സുന്ദര സൃഷ്ടികൾക്ക് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാജുവേറ്റ് വിസ്മയിപ്പിക്കുന്ന ഒരു കഥയാണ് ഓരോ മണ്ണിലും. പെർഫ്യൂം ആണല്ലേ? പെർഫ്യൂം പെർഫ്യൂം ഹൗസ്. Hi, Jeti, how are you? Macetto. സാരിയോ? ഓക്കെ.
ശിവ ഹെർബൽ ഹെയർ ഓയിൽ. സന്തോഷങ്ങൾക്ക് പരിമിതിച്ചിരിക്കുന്നു. 3 ദശകങ്ങളായി ധനകാര്യ സേവന മേഖലയിൽ വിശ്വാസ്യതയുടെ പര്യായമായി മാറിയ അഖില ഫിനാൻസ് ലിമിറ്റഡ് ഇനി നിങ്ങളുടെ സമീപത്ത്. സാമ്പത്തിക ആവശ്യങ്ങൾ ഏതുമാകട്ടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സുതാര്യമായ നടപടിക്രമത്തിലൂടെ അഖില ഫിനാൻസിൽ സാധ്യമാക്കാം. ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, മോർഗേജ് ലോൺ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഏറ്റവും കുറഞ്ഞ പലിശനിരക്കിൽ നിങ്ങളുടെ സ്വപ്ന സാധനങ്ങൾക്ക് കൂടുതൽ നിലം പകരട്ടെ. അഖില ഫിനാൻസുകളുണ്ട്. അഖില ഫിനാൻസ് കുടിക്കാം കുടിക്കാം. ഫ്രഷ് ജ്യൂസ് കുടിക്കാം. ഫ്രഷ് ജ്യൂസ് എന്നുണ്ടെങ്കിൽ വില കൂടും. ഫ്രഷായിരിക്കും. ആപ്പിളല്ല, പൈനാപ്പിളിൻ്റെ ഫ്രഷ്. ഒരു 9 പീസുള്ള ബാക്കിയിട്ടാ 200 കേട്ടോ. ബ്രിട്ടീഷ് ഓഫീസറാണ് ഈ തുക ആദ്യമായി രേഖപ്പെടുത്തിയത്. ഡെവിൾസ് കിച്ചൺ എന്ന് നാമകരണം ചെയ്തു. 1991 ഉലക നായകൻ കമലഹാസൻ നിറഞ്ഞാടിയ ഗുണ എന്ന സിനിമ ഈ ചെറുക്കൻ പാകാട് അല്ലേ? ഇതെന്താ വേണ്ടത്?